മാപ്പിളപ്പാട്ടിന്റെ മഹാരാജൻ, കാലത്തിന്റെ ഹൃദയ സംഗീതമായി മാറിയ മൂസ എരഞ്ഞോളി. പറയുമ്പം വളരെ ഗൗരവമുള്ള കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എനിക്കിപ്പം വയസ്സ് ഒരു 76 വയസ്സ് തികഞ്ഞു നിൽക്കുന്ന ഒരാളെയാണ്. ഈ വയസ്സ് പറഞ്ഞാൽ വെച്ചാൽ അത്രയും കൊല്ലങ്ങൾക്ക് മുമ്പ് 65 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ഓർമ്മ. ഒരു 10-11 വയസ്സ് പ്രായം, ആ പ്രായത്തിലുള്ള ഓർമ്മയാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഈ കലാജീവിതത്തിൽ ഞാൻ തുടങ്ങുന്നത് അവിടെ വെച്ചിട്ടാണ്. ആ സമയത്ത് നമ്മൾക്ക് ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത, എനിക്ക് എന്നല്ല, കലാപരമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന പാട്ടുകാരനായ നാടകക്കാരൻ ആരായാലും അവർക്ക് വെച്ചാൽ ഈ വേദിയിൽ നിറഞ്ഞു നിൽക്കാനുള്ള അല്ലെങ്കിൽ അവരായ സൗകര്യങ്ങൾ കിട്ടാനുള്ള ഒരു സൗകര്യങ്ങളും ഇല്ലാത്തൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഞാനുള്ള ഈ രംഗത്തോട്ട് വരുന്നത്. പഠിക്കാൻ പാട്ടില്ല, മലയാള സിനിമകൾ വളരെ കുറഞ്ഞ സിനിമകൾ ഇറങ്ങും. അന്ന് ആ സിനിമയിൽ തന്നെ ഈ ഹിന്ദി തമിഴ് ട്യൂണിലുള്ള ഏതെങ്കിലും പാട്ടുകളുണ്ടാവും. അത് പഠിക്കാൻ തന്നെ പ്രയാസമുള്ള ആ കാലഘട്ടം. മറ്റൊന്ന്, നമ്മൾക്കെല്ലാം ഈ പാട്ട് പഠിക്കാൻ കഴിയുന്ന പാട്ട് ഗ്രാമഫോൺ റെക്കോർഡിലേക്ക് കൂടിയുള്ള അന്ന് നാടക ഗാനങ്ങൾ, പിന്നെ അതുകൂടാണ്ട് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട പല പാട്ടുകാരും ഗ്രാമഫോൺ റെക്കോർഡുകൾ, ഔട്ട് റെക്കോർഡുകളാണ് അന്ന് നമ്മൾക്ക് പഠിക്കാൻ കഴിയുന്ന പാട്ടുകൾ. അപ്പോൾ അതിലുള്ള പാട്ടുകൾ പിന്നെ ഈ KPSC ഇവരുണ്ടല്ലോ, മറ്റേ നാടക കമ്പനി, അവരെല്ലാം നാടകത്തിലുള്ള പാട്ടുകളെല്ലാം ഇങ്ങനെ ഈ സുലോചനി, KS ജോർജ് എല്ലാം പാടുന്ന പാട്ടുകളിലാണ് നമ്മളന്ന് കേൾക്കുക. അതിലും മുന്നേ ഉള്ള പല നാടകങ്ങളിലെ പാട്ടുകാരും പാടി. അത് പഠിച്ചാൽ തന്നെ പാടാൻ വേണ്ടി ഒരു മൈക്ക് കിട്ടില്ല. അങ്ങനെ ഒരു മൈക്ക് കിട്ടുന്നുണ്ട് ഏതെങ്കിലും കല്യാണ വീട്ടിൽ പോയി അവിടെ ഈ കല്യാണത്തിനൊരു ഒച്ചപ്പാടുണ്ടാക്കാൻ വേണ്ടി ഈ ഗ്രാമഫോൺ പെട്ടിപ്പാട്ട് അത് ബൈൻഡ് കൊടുത്ത് ചെയ്യുന്നൊരു ഓപ്പറേറ്റർ തെങ്ങിൻ്റെ മുകളിൽ 2 ഹോണ് കെട്ടിയിട്ടുണ്ടാവും, 45 വാട്ട്സുള്ളൊരു ആംപ്ലിഫയർ, അതിലേക്ക് കൂടി ഈ പാട്ട് ഇതിൻ്റെ ശബ്ദം ഓണിലേക്ക് പോകുന്നത്. അതിലൊരു ടർണർ മൈക്ക്, ഒന്നോ രണ്ടോ ഈ നോബുള്ള ടർണർ മൈക്ക്, ആ മൈക്കിൽ ഇങ്ങനെ നിർമ്മയ്ക്കീന്നുള്ള ശബ്ദമുള്ള ഒരു സാധനം. അതിൽ അവരെ വളരെ സങ്കടപ്പെട്ടിട്ടും പറഞ്ഞല്ല വേണ്ടി ഈ തിരക്കെല്ലാം കഴിഞ്ഞാൽ 4 പാട്ട് പാടാം, ഇത് കേൾക്കാൻ ആരും ഉണ്ടാവില്ല, നമ്മൾ പോയ കുട്ടികളെ കേൾക്കുക. അപ്പോൾ കല്യാണ വീട്ടിൽ പോയാൽ തന്നെ ആരും അത് കേൾക്കാനുണ്ടാവില്ല. ഇങ്ങനെ പാടിക്കൊണ്ട് നിൽക്കുന്നവരാണ് എരഞ്ഞോളി ഗ്രാമീണ കലാസമിതിയിലുള്ള അവിടുത്തെ അതിന് ഉത്തരവാദപ്പെട്ട ആൾക്കാർ ഒരു കല്യാണ വീട്ടിൽ വെച്ച് നമ്മളിങ്ങനെ പാടുന്നത് അവർ ശ്രദ്ധിച്ചു. അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എരഞ്ഞോളി ഗ്രാമീണ കലാസമിതിയിൽ വരണം, അവിടെ വന്നിട്ട് പാടണം, പ്രാക്ടീസ് ചെയ്യണം. അപ്പം വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത് എരഞ്ഞോളി ഗ്രാമീണ കലാസമിതിയിൽ ഒരു 10 മിനിറ്റ് നടക്കാനുള്ള, ഒരു 10-15 മണിക്കൂർ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ കുണ്ടടേക്കുള്ളിൽ പോകണം. അന്നത്തെ ഒരു തീരെ സൗകര്യമില്ലാത്ത വഴികളല്ല എന്നുള്ളത്. അപ്പം അത് അവരങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ വളരെ സന്തോഷമായി. അപ്പം വൈകുന്നേരം അവിടെ ക്ലബ്ബ് തുറക്കും, അവിടെ പോവും, പ്രാക്ടീസ്. ആ പോയ സമയത്താണ് ശ്രീനാരായണ ഗുരു ജയന്തി അവിടെ ആഘോഷം വരുന്നത്. ആ ജയന്തി ആഘോഷം ഗാനമേള ഫിക്സ് ചെയ്യുന്നവർ. അപ്പോൾ ഗാനമേള എരഞ്ഞോളി ഗ്രാമീണ കലാസമിതി എന്ന ആ ക്ലബിനെയാണ് പിന്നെ ഈ ഗാനമേള അവർ ഏൽപ്പിക്കുന്നത്, ശ്രീനാരായണ ഗുരുസ്വാമീൻ്റെ ഈ സംഘാടകർ. അപ്പോൾ എൻ്റെ അടുത്ത് കലാസമിതിൻ്റെ ആളുകൾ പറഞ്ഞു, എരഞ്ഞോളി മൂസയ്ക്ക് പാടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാട്ട് എരഞ്ഞോളി മൂസയ്ക്ക് പാടാം. എരഞ്ഞോളി മൂസയല്ല, അന്ന് എരഞ്ഞോളി മൂസയല്ല, മൂസയ്ക്ക് ഒരു പാട്ട് പാടാം. പിന്നെ ഈ ശ്രീനാരായണ മഠത്തിൽ ഗുരുസ്വാമീൻ്റെ ജയന്തി ആഘോഷമാണ്, അതിൽ നമ്മൾ ഗാനം വേണ്ട, അതിലൊരു പാട്ട് മൂസയ്ക്ക് പാടാം, അതിന് നല്ല പ്രാക്ടീസ് ചെയ്യണം എന്നും പറഞ്ഞിട്ട് അങ്ങനെ 2-3-4 ദിവസം പ്രാക്ടീസ് ചെയ്ത് SN കോയക്ക പാടിയ ഒരു പാട്ടാണ് ഞാൻ അന്ന് പ്രാക്ടീസ് ചെയ്തത്. ഒരു മാപ്പിളപ്പാട്ട് തന്നെയാണ് ഞാൻ അന്ന് പാടിയത്. അരിമുല്ലപ്പൂ മണന്നല്ലോളേ അഴകിലേറ്റം ഗുണമുള്ളോളേ എന്ന് തുടങ്ങുന്ന ആ പാട്ടാണെന്ന് പാടിയത്. അത് പാടിയപ്പം തന്നെ എല്ലാ ആൾക്കാരും, നൂറുകണക്കിന് ആളുകളുണ്ട് ആ പരിപാടി, ആ സദസ്സിൽ. ശ്രീനാരായണ മഠത്തിൻ്റെ ഉള്ളിൽ, ആ കമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഗാനമേള. അവർ വല്ലാണ്ട് കൈകൊട്ടി ആ സന്തോഷം
ജീവിതത്തിൽ ഏറ്റവും കിട്ടിയ ആദ്യത്തെ ഒരു അനുഭവമാണത്. അപ്പം അതിൻ്റെ ശേഷം എല്ലാ ആൾക്കാരും എന്നോട് വലിയ സ്നേഹത്തോട് ഓമനത്ത ഉണ്ടല്ലോ, ഒരു 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 കുട്ടിനെ കാണുമ്പോൾ അങ്ങനത്തെ ഒരു ഓമനത്തത്തോട് കൂടിയിട്ടാണ് എല്ലാ ആൾക്കാരും എന്നെ നോക്കുക. മോനെ വെയിൽ കൊള്ളരുതേ, അങ്ങനെ എന്നെ വല്ലാണ്ട് ശ്രദ്ധിക്കും. ആ പ്രദേശത്ത് മാത്രം, അപ്പുറപ്പുറമൊന്നും എത്തിയില്ല. അതും പാടിയത് എവിടെയാണെന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ശ്രീനാരായണ മഠത്തിലാണ് ആദ്യത്തെ എൻ്റെ അരങ്ങേറ്റം തുടങ്ങുന്നത്. ഞാൻ മനസ്സിലാക്കിയത്തോളം 2 പാട്ടുകാർക്ക് മാത്രമാണ് ശ്രീനാരായണ ഗുരുസ്വാമിയോട് അനുബന്ധിച്ചിട്ടുള്ള ഈ ആ ബന്ധത്തിൽ പാടിയിട്ടൊരു പാട്ടുകാരനായി രംഗത്തോട്ട് വരാൻ പിടിക്കുന്ന 2 പാട്ടുകാർക്കാണ്. ഒന്ന് എരഞ്ഞോളി മൂസ, മുസ്ലിമായ എരഞ്ഞോളി മൂസക്കും, ഒരു ക്രിസ്ത്യാനായ യേശുദാസിനും മാത്രമാണ്. ഇത് ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പം യേശുദാസ് 4 വരി ശ്രീനാരായണ ഗുരുസ്വാമിൻ്റെ ശ്ലോകം ചൊല്ലിയും കൊണ്ടാണ് സിനിമയിലോട്ട് കടന്നു വരുന്നത്. എരഞ്ഞോളി മൂസ ശ്രീനാരായണ ഗുരുസ്വാമിൻ്റെ മഠത്തിൽ വെച്ചിട്ട് അതിൻ്റെ ചതിയത്തോട് കൂടിയിട്ടും അതിൻ്റെ ശ്രീനാരായണ ഗുരു ജയന്തിയോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ഗാനമേളയിൽ പാട്ട് പാടിയിട്ടാണ് രംഗത്തോട്ട് വരുന്നത്. അതൊരു ഗുരുത്വമാണത്, ഗുരുത്വം തന്നെ പറയാം. ഇപ്പം 10-76 വയസ്സായി. ഇപ്പോൾ ഞാനൊരു വല്ലാത്ത തിരക്കിലുള്ള ഒരു പാട്ടുകാരൻ തന്നെയാണ്. ഒരു വല്ലാത്ത ഇന്ന് അധിക ദിവസവും പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുരുത്വമായിരിക്കും അതിൻ്റെ കാരണം ഞാൻ വിചാരിക്കുന്നു. എൻ്റെ പ്രദേശത്ത് മാത്രം ഞാനൊരു പാട്ടുകാരനായി മാറി. അതിന് ശേഷം ഞാൻ ഇങ്ങനെ വണ്ണം വെക്കുന്നുണ്ട്. അതിന് ശേഷം ഇങ്ങനെ മറ്റുള്ള സൗകര്യങ്ങളൊന്നുമില്ല. മറ്റുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അങ്ങനെ പാടിക്കൊണ്ടേ നടക്കുകയാണ്. അപ്പോൾ വേറെയുള്ള സൗകര്യങ്ങൾ പിന്നെ അവിടുന്ന് എരഞ്ഞോളി ഗ്രാമീണ കലാസമിതിയിൽ തന്നെ കുറേ കൊല്ലങ്ങൾ അവരെ ഒരു പാട്ടുകാരനായിട്ട് അവരെ നാടകത്തിൽ പാടിയില്ല, അങ്ങനെ കഴിഞ്ഞു പോയി. അപ്പോൾ ഒരു 2-3-4 കൊല്ലം അങ്ങോട്ടേക്ക് നീങ്ങിപ്പോയി. അതിന് ശേഷം ടൗണുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ തലശ്ശേരി, ഞാൻ എരഞ്ഞോളി ഒരു ഗ്രാമമാണ്, അവിടെ തന്നെ തലശ്ശേരി ടൗണുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ടെലിച്ചറി മ്യൂസിക് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്. അവിടെ ഒരു നല്ല അറിയപ്പെടുന്ന എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സും നല്ല ആധുനിക രീതിയിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സുള്ള ഒരു ക്ലബ്ബ്. ആ ക്ലബ്ബിൽ ഞാൻ അവിടെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ചുമട്ടുകാരനായിട്ട് മാറി. അതിൻ്റെ ശേഷം അവിടെ ഈ ബജാറിൽ ലോഡിങ് ആൻഡ് അൺലോഡിങ് നല്ലൊരു ചുമട്ടുകാരനെ ഞാൻ. ചെറു റാലി വണ്ടിയിൽ ചാക്ക് കൊണ്ടുപോവുക, തോളിലെടുത്ത് ചാക്ക് ലോറി കയറ്റുക, ലോറിയിൽ നിന്ന് ഗോഡൗണിലേക്ക് കൊണ്ടുപോയി ഇറക്കുക. ഇത് തന്നെ പണി. വേറെ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് കിട്ടിയൊരു പണി അതാണ്. നല്ലൊരു ചുമട്ടുകാരനായിട്ട് മാറി. അപ്പം വല്ലാത്ത മുഷിഞ്ഞ വേഷത്തിൽ തന്നെയാണ് ഈ ക്ലബ്ബ് ഓർക്കുമ്പം ഞാനവിടെ പോയിട്ട് ഇങ്ങനെ പാട്ടുമെല്ലാം പാടാൻ വേണ്ടി പോന്നു. ഞാൻ ഈ തെലിച്ചേരി മ്യൂസിക്കിൽ പോയോട് കൂടിയിട്ട് അവിടെ നിത്യസന്ദർശന കേരാഘവ മാഷ്. അവിടുത്തെ ഒരു എല്ലാ ആഴ്ചയിലും 1-2 ദിവസം രാഘവ മാഷ് തലശ്ശേരിയാണ് രാഘവ മാഷ വീട്. അവിടെ വന്നു കഴിഞ്ഞാൽ ടെലിച്ചറി മ്യൂസിക്കുമായിട്ട് ബന്ധമുണ്ട് മൂപ്പരും. അത് ഞാൻ ഒരു ദിവസം അവിടെ കയറിയിട്ട് ഇങ്ങനെ പുറത്ത് നിൽക്കുന്നു. അപ്പം അവിടെ ഹാർമോണിയം വായിക്കുന്ന അബൂട്ടി എന്ന് പറഞ്ഞിട്ടൊരു പേരായ ഒരാളാണ്. അയാളോട് ചോദിച്ചു, ആ പുറത്ത് നിൽക്കുന്ന കുട്ടി ആരാന്ന് ചോദിച്ചു. അതിന് പറഞ്ഞു, ഇവിടെ അവൻ്റെ പ്രാക്ടീസ് ചെയ്യുന്നൊരു കുട്ടിയാണെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വിളിച്ച് പാടിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നെ ഉള്ളിലോട്ട് വിളിച്ച് അവിടുന്ന് പാട്ട് പാടിച്ചു. അപ്പോൾ രാഘവ മാഷ് അതിനകത്ത് ഒരു തീർപ്പ് ചെയ്യുന്ന എനിക്ക് തന്നെ തോന്നി. അപ്പം പാട്ട് പാടിക്കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ആകാശവാണിയിലും പാടണ്ടേ എന്നെല്ലാം പറഞ്ഞിട്ടുള്ളൊരു മൂപ്പരതായ ആ സ്റ്റൈലുള്ള ഒരു സംസാരം. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും പാടണം, വലിയ ആഗ്രഹമുണ്ട്. ഞാൻ അടുത്ത പ്രാവശ്യം വരുന്നത് ഞാൻ എൻ്റെ ഫോം കൊണ്ടുതരാം, അതൊന്ന് പൂരിപ്പിച്ചിട്ട് അയക്ക്, അത് നമുക്ക് നോക്കാം. അന്നേരം മറ്റേ ആബൂട്ടിനോടും പറഞ്ഞു, ആബൂട്ടിക്കാന്ന് പറഞ്ഞ ഈ മനുഷ്യനോടും പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് ആഴ്ച വരുന്നേരം കാഴ്ചയിൽ മൂപ്പര് വരുന്നേരം ഈ ഓഡിയേഷൻ ഫോം അതും കൊണ്ടാണ് വന്നത്. അപ്പോൾ അത്ര പ്രോത്സാഹനം തന്നത്. ആ ഫോമും കൊണ്ട് വന്ന് അത് അബൂട്ടിക്കടുത്ത് കൊടുത്ത് അതിൽ പൂരിപ്പിച്ച് അവസാനം മൂപ്പരുണ്ട് അവിടെ. മൂപ്പര് പറഞ്ഞു കൊടുത്ത് ഇവിടെ ഇങ്ങനെ എഴുതുന്നു. അവസാനം നിങ്ങളെ പേരെന്താന്ന് ചോദിച്ചു. ഇവിടെയാണ് വലിയൊരു സംഭവമായി പറയുന്നത്. എന്നോട് നിങ്ങളെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയും, ഇങ്ങനെ വലിയകത്ത് മൂസ എന്നാണ് എന്നെ അറിയുന്നത്, എരഞ്ഞോളി മൂസ അല്ല, വലിയകത്ത് മൂസ. അങ്ങനത്തെ ഒരു പേരേ ഉണ്ടായിട്ടില്ല എനിക്ക്. വലിയകത്ത് മൂസ, വലിയകത്ത് മൂസ അല്ലേ, അവിടെ ആകാശവാണി പാടുന്ന ഒരു എം കുഞ്ചി മൂസ ഉണ്ടല്ലോ, തലശ്ശേരിക്കാരൻ തന്നെയാണ് അയാൾ. അപ്പോൾ എം കുഞ്ചി മൂസയും ഒരു വലിയകത്ത് മൂസ, അങ്ങനത്തെ ഒരു മൂസ വേണ്ട, നാടിൻ്റെ പേരെന്താ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എരഞ്ഞോളിയിലാണ് എൻ്റെ വീട്. അപ്പോൾ എരഞ്ഞോളി മൂസ. അങ്ങനെയാണ് കേരാഘവ മാഷാണ്
എനിക്ക് എരഞ്ഞോളി മൂസ എന്നുള്ള പേര് തന്നിട്ട് ലോകം മുഴുവനും അറിയിച്ച ഒരു പേരിന് ഇട്ട് തന്നത് ബഹുമാനപ്പെട്ട രാഘവ മാഷാണ്. രാഘവ മാഷ് തന്നെയാണ് ഓഡീഷനോട് കൊണ്ടുപോയി അവിടെ പാസ്സായതിൻ്റെ എല്ലാം വേഗ കാരണക്കാരനും എന്തോ ഒരു പ്രോത്സാഹനം എനിക്ക് തന്നാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷെ കുറച്ച് കഴിവെല്ലാം വേണം മൂപ്പർക്ക് എങ്ങനെയെങ്കിലും പ്രോത്സാഹിപ്പിക്കുക. സ്വന്തം മോനെപ്പോലും ഒരു സിനിമയെ പാടിക്കുക നല്ല വോയിസായിട്ടും സിനിമയിൽ പാടിക്കേണ്ട വോയിസ് അല്ല എന്ന് പറഞ്ഞിട്ട് നിർത്തിയ ഒരാളാണ് രാഘവ മാഷ്, സ്വന്തം മോനെപ്പോലും. അപ്പോൾ അത്തരം പോലും എല്ലാ ആൾക്കാരും എത്രയോ പാട്ടുകാരികൾക്കും ചാൻസ് കൊടുത്ത ഒരാളാണ്. അപ്പോൾ എനിക്കെല്ലാം നല്ല പ്രോത്സാഹനം. പിന്നെ അതോടുകൂടി ആകാശവാണി പാടോടുകൂടി ഞാൻ ഈ പ്രദേശത്ത് വെച്ചിട്ട് അയൽപ്രദേശക്കാരും കൂടി അറിയുന്ന ഒരു പാട്ടുകാരനായി മാറി. പിന്നെ നോക്കുമ്പോഴത്തേക്ക് പൊന്നാനിയെന്നും അവിടുന്നും ഇവിടുന്നും എല്ലാം ധാരാളം ആൾക്കാർ കല്യാണത്തിന് വിളിക്കാനും അവിടെ കൊണ്ടുപോയി പാടിക്കാനും എല്ലാം ഉള്ളൊരു സംഗതിയായിട്ട് മാറി. അപ്പം അങ്ങനെ പിന്നെ തിരക്കായി, നല്ല തിരക്കായി ചുമട്ട് പണീൻ്റെ ഇടയിൽ. അപ്പം പിന്നെ കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു, കല്യാണം കഴിയുന്നു, അങ്ങനെ ഞാനൊരു 1-2 മക്കൾ ഒപ്പിയാകുന്നു. അതിനുശേഷം എനിക്ക് പിന്നെ വല്ലാത്ത തിരക്ക് വന്നു. കല്യാണം കഴിഞ്ഞിട്ട് കുറേ 1-2 മക്കളെ ബാപ്പതിൻ്റെ ശേഷം പിന്നെ ഞാൻ വല്ലാത്ത തിരക്കുള്ള പാട്ടുകാരനായി. അപ്പോൾ ചുമട്ട് പണിയും പാട്ടും ഒന്നായിട്ട് നടത്താൻ കഴിയാത്തൊരവസ്ഥ വന്നു. അങ്ങനെ 1974 ഡിസംബറിൽ എനിക്ക് ദുബായിലേക്ക് പോകാനുള്ള ഒരു ക്ഷണം കിട്ടി. എനിക്ക് പ്രോഗ്രാം നടത്തിയ 1974 ഡിസംബർ മാസം. അങ്ങനെ അവിടെ പോയിട്ട് ഒരു മാസത്തോളം നമ്മൾ അവിടെ തിരിഞ്ഞ് കളിക്കുന്നു. അവിടുന്ന് 3-4 സ്റ്റേജിൽ പാടുന്നു. അവിടുന്ന് ബഹ്റൈനിലേക്ക്, ഇവിടുന്ന് ബോംബെയിൽ നിന്ന് പോകുന്നത് ദുബായിലേക്ക് പോകുന്ന കപ്പലിലാണ് നമ്മൾ പോകുന്നത്. 3-4 പേരുണ്ട്. നമ്മൾ കപ്പലിൽ പോയി അവിടെ പോയിട്ട് 3-4 ദിവസം കൊണ്ട് അവിടെ പോയി ഇറങ്ങി. അവിടെ നിന്ന് ബഹ്റൈനിലേക്ക് ഒരു പ്രോഗ്രാമിന് ബഹ്റൈനിൻ്റെ ഒരു ആൾക്കാർ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി അവിടെ വന്നപ്പോൾ അവിടെ നിന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് വിമാനത്തിൻ്റെ ഉള്ളിൽ കാണുന്നത്. അവിടെ നിന്നാണ് ബഹ്റൈനിലേക്ക് നേരെ വിമാനത്തിലേക്ക് പോകുന്നത്. അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ബഹ്റൈൻ ടു ബോംബെയിൽ മാത്രമേ അന്ന് റൂട്ടുള്ളൂ. അപ്പോൾ ബഹ്റൈനിൽ നിന്ന് നേരെ ബോംബെയിലേക്കും വന്നിറങ്ങി. 75 ജനുവരി 1-ാം തീയതി ബോംബെയിൽ വന്ന് ഇറങ്ങുന്നു. അവിടുന്ന് പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ചുമട്ട് പണിക്ക് പോയില്ല. പിന്നെ മരണത്തിരക്കായി. അതോടുകൂടി പിന്നെ ജീവിതത്തിൻ്റെ രീതികളെല്ലാം മാറിയുണ്ട്. ഒന്നും ഇവിടെ വിവരിക്കുന്നില്ല. പുസ്തകത്തിലെല്ലാം ഞാൻ വളരെ എൻ്റെ ജീവിതകഥയെല്ലാം വളരെ ഒരു വാക്ക് പോലും വിടാണ്ട് ഞാൻ എൻ്റെ ജീവിത കഥയിൽ ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത ഒരാളായിട്ട് മാറി. പിന്നെ അങ്ങനെയാണ് എനിക്ക് പിന്നെ തിരക്കും പാട്ടുകാരനും എല്ലാം ആയത് അങ്ങനെയാണ്. ഗ്രാമഫോൺ റെക്കോർഡിൽ പറഞ്ഞാൽ ഗ്രാമഫോൺ റെക്കോർഡും കൂടി ഏകദേശം ഔട്ടാകുന്ന ആ സമയത്താണ് ഗ്രാമഫോൺ റെക്കോർഡിൽ പാടാൻ വേണ്ടിയിട്ട് എനിക്ക് അവസരം കിട്ടുന്നത്. ഞാനൊരു 2, 3, 4 ഗ്രാമഫോൺ റെക്കോർഡിൽ പാടുമ്പോഴത്തേക്കും ഗ്രാമഫോൺ എന്ന് പറഞ്ഞ ആ റെക്കോർഡ് ഔട്ടായി. അതിനുശേഷം ഓഡിയോ കാസറ്റുകളാണ് പിന്നെ വന്നത്. ഞാൻ അതിനകത്ത് വെച്ചാൽ മാക്സിമം വന്നൊരു 10-12 പാട്ട് ഞാൻ ഗ്രാമഫോൺ റെക്കോർഡിലേക്ക് കൂടി പാടിയിട്ടുള്ളൂ. HMV റെക്കോർഡ്. അപ്പോൾ മദ്രാസിൽ പോയിട്ട് റെക്കോർഡ് ചെയ്യണം. മദ്രാസിൽ നിന്നാണ് അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും. അന്ന് പോയി അവിടെ അതിൻ്റെ HMV റെക്കോർഡിൻ്റെ അതിൻ്റെ ഉത്തരവാദപ്പെട്ടൊരു കണ്ണൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരു തമിഴൻ. ചില ചോദ്യങ്ങളും ചോദിച്ച് എന്നെ കൊണ്ട് പാടിച്ചൊരാൾക്ക് വളരെ ഇഷ്ടമായി. എൻ്റെ ഈ പാട്ടും എൻ്റെ ശബ്ദമെല്ലാം ഇഷ്ടമായി. അതിനവിടെ പാടിയതിന് ശേഷമാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നത്. എല്ലാ ആൾക്കാരും 3-4 ഇൻസ്ട്രുമെൻറ്റ്സ് അന്ന് വായിച്ചിട്ടുണ്ട്. അതിൽ എല്ലാ ആൾക്കാരും ഒറ്റ സ്ഥാനത്തിൽ ഒരേ സമയത്ത് ചെയ്തോളണം. അതിനുശേഷം ഇന്നത്തെ ആ സൗകര്യങ്ങൾ എല്ലാം കൊണ്ടും ഒരു പാട്ടുകാരെന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും ഒരു പാട്ട് ഫുള്ളായിട്ട് പാടണമെങ്കിൽ ഒരു ദിവസം മെനക്കെട്ടാൽ മതി. പാട്ടുകാർക്ക് വെച്ചാൽ 1 മണിക്കൂറിൻ്റെ പണിയാണെങ്കിലും പാട്ട് അറിയാത്ത കൂട്ടർക്ക് പോലും ഒരു പാട്ടുകാരൻ്റെ കുലത്തിൽ റെക്കോർഡിംഗ് എഞ്ചിനീയറുടെ കഴിവുകൊണ്ട് ഒരു പാട്ടുകാരനാക്കി മാറ്റാൻ പറ്റും. അത്തരം സൗകര്യങ്ങളായി. അതിന് ശേഷം ഓഡിയോ കാസറ്റ് വന്നു. ഓഡിയോ കാസറ്റിലേക്ക് കൂടി പിന്നെ ധാരാളം പാട്ടുകൾ, അത് ചാന്ത് ഭാഷ, PT അബ്ദുറഹ്മാൻ, നമ്മുടെ ടീം, അങ്ങനത്തെ ഒരു ബന്ധങ്ങളുണ്ടായി. ഏറ്റവും കൂടുതൽ ഞാൻ പാടിയത് പിന്നെ
ബാബു സാഹിബിൻ്റെ പാട്ടാണ് എൻ്റെ തുടക്കമാണെങ്കിലും കൂടി ഏറ്റവും കൂടുതൽ ഞാൻ പാടിയ രചയിതാവിൻ്റെ പാട്ട് ഈ പി ടി അബ്ദുറഹ്മാൻ്റെ പാട്ടാണ്. അപ്പം പി ടി അബ്ദുറഹ്മാൻ, ചാന്ത് ഭാഷ, എരഞ്ഞോളി മൂസ ഒരു ടീമുണ്ടായി. അങ്ങനെ ധാരാളം പാട്ടുകളുണ്ടായി. അപ്പം എന്നെ പാട്ടുകാരനായിട്ട് എല്ലാ ആൾക്കാരും അന്ന് അംഗീകരിച്ചതിൻ്റെ ഏറ്റവും വലിയ 72-ലാണ് ആ പാട്ട് പുറത്തിറങ്ങുന്നത്, റെക്കോർഡ് വരുന്നത്. മെറാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ എന്നുള്ള ആ പാട്ടോട് കൂടിയാണ് ജനങ്ങൾ എന്നെ ഒരു വല്ലാത്തൊരു കോലത്തിൽ അംഗീകരിച്ചിട്ടൊരു മാപ്പിളപ്പാട്ട് രംഗത്ത് അന്ന് വരെ ഉണ്ടായ ആളുകളെ കൂട്ടത്തിൽ എന്നെയും ഒരു മാപ്പിളപ്പാട്ടുകാരനായിട്ട് അവരെ കൂട്ടത്തിൽ നിർത്തി തന്നൊരു പാട്ടിൻ്റെ ആ പാട്ടിൻ്റെ പേരാണ് മെറാജ് രാവിലെ കാറ്റ്. മെറാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന കുളിരിൽ കുളിക്കുന്ന കാറ്റേ മെറാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ. ഈ പാട്ട് തന്നെ ഒരു പാട്ടുകാരനായിട്ട് എല്ലാ ആൾക്കാരും അംഗീകരിച്ചൊരു പാട്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇതിൻ്റെ ശേഷം പിന്നെ ഒന്നും പറയണില്ല. എനിക്ക് മാസത്തിന് 30 ദിവസം പ്രോഗ്രാമായിട്ട് പിന്നെ വെച്ചാൽ എൻ്റെ കൂത്താട്ട പാട്ടും എന്തെന്താ പറയുക, അതൊന്നും ഇവിടെ വിവരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു 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 സുഖം അനുഭവിച്ച ഒരാളാണ് ഞാൻ. ഇന്നും പടച്ചോൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളെല്ലാം പ്രാർത്ഥന കൊണ്ട് എല്ലാ ആൾക്കാരും എന്നോട് എല്ലാ ആൾക്കാർക്കും ഇഷ്ടം തന്നെയാണ്. പക്ഷേ എൻ്റെ പാട്ട് ഞാൻ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞില്ല, നല്ലത് അത്രയും നല്ല പാട്ടുകളാണ് ഞാൻ പാടിയിട്ട് എനിക്ക് നല്ല ബോധമുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പാടാൻ കാരണം എനിക്ക് സാധിച്ചതെന്ന് വെച്ചാൽ നല്ല എഴുത്തുകാർ ചരിത്രപരമായിട്ട് അറിയുന്ന ഒരു മാപ്പിളപ്പാട്ട് മുസ്ലിം ചരിത്രമാണ് ഏറ്റവും കൂടുതൽ അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ചരിത്രങ്ങൾ ധാരാളം നല്ല നല്ല ചരിത്രങ്ങൾ എന്നെ കൊണ്ട് പാടി പറയിപ്പിച്ചത് ഇതുപോലത്തെ മഹാന്മാരായ പാട്ടെഴുത്തുകാരാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനും എൻ്റെ ശബ്ദം ഉപയോഗിക്കുക അല്ലാണ്ട് വേറൊന്നും ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഒരു പാട്ട് എഴുതിയിട്ടില്ല, ഒരു പാട്ട് ഞാൻ ട്യൂൺ ചെയ്തിട്ടില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല ഞാൻ. അപ്പോൾ എന്നെക്കൊണ്ട് എൻ്റെ ശബ്ദം ഉപയോഗിച്ച് ഈ മഹാനായ പി ടി അബ്ദുറഹ്മാൻ, പിന്നെ ബാബു സാഹിബ്, പിന്നെ അങ്ങനെ പല ആളുകളും മറ്റേ പ്രേം സൂരത്ത്, ജമാൽ കൊച്ചങ്ങാടി, ഖാനേഷ് പൂനൂര്, ഇങ്ങനെ കണ്ട വളരെ പ്രധാനപ്പെട്ട് പാട്ട് എഴുതുന്ന ആൾക്കാർ എന്നെ കൊണ്ട് അവരെ പാട്ടുകൾ നല്ല ചരിത്രപരമായിട്ടുള്ള പാട്ടുകൾ പാടി നല്ല പാട്ടുകൾ മാത്രം പ്രചരിപ്പിച്ചതിനാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണം. എന്താണെന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ എനിക്ക് പോയിട്ട് ഗാനമേളകൾ പാടാൻ അവസരമുണ്ട്. ഞാനൊരു ചുരുങ്ങിയത് ഞാൻ 74-ന് ശേഷം ഈ പറയുന്ന ഈ സമയം ആകുമ്പോഴത്തേക്കും 458 തവണ ഞാൻ പാടാൻ വേണ്ടിയിട്ട് വിദേശ രാജ്യത്ത് പോയിട്ടുണ്ട്. ഞാൻ 458 തവണ പാട്ട് പാടാൻ വേണ്ടി മാത്രം ഞാൻ വിദേശത്ത് പോയിട്ടുണ്ട്. വിദേശത്ത് മാത്രം 1000 പരം വേദികളിൽ 1000-ൽ പരം വേദികളിൽ ഞാനൊക്കെ പാടാൻ വേണ്ടി സാധിച്ചില്ല. അതെല്ലാം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എരഞ്ഞോളി മൂസനോട് പ്രത്യേകമുള്ളൊരു വ്യക്തിത്വം കൊണ്ടൊന്നുമല്ല. എരഞ്ഞോളി മൂസ എന്നുള്ള ആ പാട്ടുകാരൻ്റെ ആ പാട്ടിനോടുള്ള വ്യക്തിത്വമാണ്. അത് നല്ലതിന് കിട്ടുന്ന സ്ഥാനങ്ങളത്. അപ്പം ഇത്രയും കൊല്ലങ്ങളായിട്ട് അവർ എൻ്റെ അടുത്ത് നിന്ന് കേട്ട പാട്ട് അധികവും മിസ്റ്റർ രാജനും മെറാജ് രാവിലെക്കാറ്റും ഇങ്ങനെ കണ്ട് ഞാൻ എത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് പാടിയ പാട്ടാണ് ഉണ്ട്. അത് മാത്രം തന്നെയാണ് അവർക്ക് ആവശ്യം. എത്ര പുതിയ പാട്ടുണ്ടെങ്കിലും അത് അവർക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഇന്നാളെ പോയാലും എന്നെ കൊണ്ട് പാടിക്കുന്ന പാട്ട് മെറാജ് രാവിലെക്കാറ്റും മിസ്സേലും മനസ്സിൻ്റെ ഉള്ളിലും ഇങ്ങനെ കേട്ട അവർക്ക് ഇഷ്ടപ്പെട്ടൊരു തരം പാട്ടുണ്ട്. ആ പാട്ടെല്ലാം വേറെ അതാ പിന്നെ പാടാം, ഇത് പാടുകാരല്ലേ എന്തെങ്കിലും വിളിച്ച് പറയുക വരും. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു നേട്ടം. അവിടെ പോയിട്ട് ആദ്യമായിട്ട് പാടിയ പാട്ട്, ആദ്യത്തെ പാട്ട് ഈ ഗ്രാമമുറിക്കാൾ ആദ്യം പാടിയ പാട്ട്, ആകാശഭൂമി കധിപതിയായ
അള്ളാഹുവിൻ്റെ കുദറത്തിനാലെ ഇബ്രാഹിമെന്ന നബിയോടൊരാജ്ഞ ഇസ്മായിലാകും പൊൻ മോനെ അറുക്കാൻ. അതിൻ്റെ ഒപ്പം തന്നെ പാടിയതാണ് മൈലാഞ്ചി അരച്ചല്ലോ മലർക്കയിൽ പതിച്ചല്ലോ മൈക്കണ്ണിൽ കീനാവീവളൊളിപ്പിച്ചല്ലോ നല്ല മൈന പെണ്ണി വെളിക്കിന്ന് നിക്കാണല്ലോ. ഇതാണ് ആദ്യത്തെ 2 പാട്ട്. പിന്നെ അതിൻ്റെ ശേഷം പെട്ടെന്ന് തന്നെ ഒരു മാസം 1.5 മാസം കഴിയുമ്പോഴത്തേക്ക് തന്നെ അവർ രണ്ടാമതും വിളിച്ച് പിന്നെ എനിക്ക് ചാൻസായി. പിന്നെ ഇത് നല്ല സെയിൽ വന്നേരം പിന്നെ അവർ ഉടനെ എന്നെ വിളിപ്പിക്കുകയാണ് മദ്രാസിലേക്ക്. പിന്നെ അന്നേരമാണ് ഞാൻ പോയിട്ട് മേറാജ് രാവിലെ കാറ്റ് ആദ്യമായിട്ട് തമിഴല്ലാത്ത ആളുകൾ അതിൽ വായിച്ചു. അന്ന് തബല വായിച്ചത് ആദ്യത്തെ രാമകൃഷ്ണൻ്റെ ആദ്യത്തെ റെക്കോർഡിങ്ങിൽ ആദ്യത്തെ വായന, ആദ്യത്തെ ഒരു ചാൻസാണ് രാമകൃഷ്ണന് കിട്ടിയത്. വടകര രാമകൃഷ്ണൻ ഒരു തബല വായിക്കുന്ന കൂട്ടത്തിൽ ഒരു മോശമില്ലാത്തൊരു നല്ല കഴിവുള്ള, കേരളത്തിൽ തന്നെ വലിയ കഴിവുള്ള അറിയപ്പെടുന്ന ഒരാളാണ് രാമകൃഷ്ണൻ. അതിൻ്റെ ആദ്യത്തെ വായന മേറാജ് രാവിലെ കാറ്റുന്ന പാട്ടിന് വേണ്ടിയിട്ടാണ്. പിന്നെ ചാന്ദ് ഭാഷ, ഹാർമോണിയം ചാന്ദ് ഭാഷ വായിച്ച്, പിന്നെ കുറച്ച് തമിഴന്മാരുള്ള ഓർക്കസ്ട്രയും വായിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് അന്ന് നടന്നത്, അപ്പോൾ റെക്കോർഡിങ്. അപ്പം അതോടുകൂടി പിന്നെ ഒരാളങ്ങനെ പോയി കുറച്ച് പാടുമ്പോഴത്തേക്ക് തന്നെ ഈ ഗ്രാമഫോൺ റെക്കോർഡ് ഔട്ടായി. പിന്നെ ഓഡിയോ കാസറ്റുകൾ വന്ന്, പിന്നെ കാസറ്റിൽ പിന്നെ ധാരാളം ആളുകൾ എന്നെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് മറ്റേ സി ഡിയിലേക്ക് കൂടിയാണ് അധികവും. സി ഡിൻ്റെ ഇടയിൽ പലതും ഉണ്ട്, അതിൻ്റെ പേര് തന്നെ പറയാൻ സത്യത്തിൽ എനിക്കറിയില്ല. ഇന്ന് എന്തെല്ലാം സംവിധാനം ഇന്ന് ഇത്ര വടമുള്ള സാഹചര്യത്തിൽ 15,000 പാട്ടുകൾ ഉണ്ടെന്നെല്ലാം പറഞ്ഞാൽ പിന്നെ എന്തിനാ അതിൻ്റെ അപ്പുറം പറയും. അപ്പോൾ ആ സുഖമെല്ലാം അനുഭവിക്കുന്ന ഒരു കൂട്ടം. ഇതാണ് എനിക്ക് ഇതൊരു നല്ലൊരു ചോദ്യം. അത് വളരെ പ്രധാനപ്പെട്ട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അന്ന് ഒരുവിധം കുറേ പാട്ടുകാരുണ്ടെന്ന്. വി എം കുട്ടി, കെ എസ് മുഹമ്മദ് കുട്ടി, കെ ടി മുഹമ്മദ് കുട്ടി, പിന്നെ എ വി മുഹമ്മദ് ക, എം പി ഉമ്മർ കുട്ടി, ഇങ്ങനെ കണ്ട കുറേ പാട്ടുകാരന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും പെരുമോദനും പിന്നീടാണ് ഇവരെ കൂട്ടത്തിൽ പിന്നീടാണ് വന്നു. അപ്പോൾ ഇവർ നിറഞ്ഞു നിൽക്കുന്ന മാപ്പിളപ്പാട്ടിലെ ഏറ്റവും സ്റ്റേജ് പ്രോഗ്രാമുകളും എല്ലാം പരിപാടികളും നടത്തുന്ന ആളുകൾ ഇവരാണ്. അതിൻ്റെ ശേഷമാണ് ഞാനിങ്ങനെ ഞാനിവരെ കൂട്ടത്തിൽ പെട്ടെന്ന് കയറിയിട്ട് പോകുന്നത്. അപ്പോൾ ഇവരെല്ലാം പാടുന്നത് ഒരു തരം പാട്ടുകളാണ്. അവരെ ചെറുതാക്കിയിട്ടോ വലുതാക്കിയിട്ടോ ഒന്നല്ല ഈ പറയുന്നത്, ഒരു തരം പാട്ടുകളാണ്, അന്നത്തെ ആ സ്റ്റൈലുള്ള പാട്ട്. ഞാൻ അങ്ങോട്ട് പോയതോടുകൂടി ചാന്ദ് പാഷ എന്ന ഈ സംഗീത സംവിധായകൻ്റെ സംവിധാനത്തിലുള്ള പാട്ടുകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പാടാൻ അവസരമുണ്ടായി. അപ്പോൾ അതിൽ നല്ല മെലഡി, അവർ പാടുന്ന ആ പാട്ട് പെണ്ണേ നിൻ്റെ പേരെന്ത് പേരക്കാനാടേത് എന്നുള്ള തരത്തിലുള്ള പാട്ടുകളാണ് മറ്റുള്ള കൂട്ടർ അധികം ആൾക്കാരും പാടിയത്. എല്ലാ ആൾക്കാരും പാടുന്ന ഒരു തരം പാട്ട്. എൻ്റെ ഈ പാട്ട് ഏത് സ്റ്റേജിൽ പോയി അന്ന് ഏറ്റവും കൂടുതൽ ഈ മാപ്പിളപ്പാട്ട് മത്സരങ്ങളാണ് നടക്കുന്നത്, സ്റ്റേജ് മത്സരം. ഇന്നത്തെ റിയാലിറ്റി ഷോ മത്സരമല്ല. അപ്പോൾ സ്റ്റേജിൽ 3-4 ടീമിൻ്റെ പ്രോഗ്രാം ഉണ്ടാവും. എല്ലാ സ്ഥലത്തും ഈ കേരളത്തിൻ്റെ ഒരുവിധ എല്ലാ ഭാഗങ്ങളിലും ഈ മത്സര പരിപാടി നടന്നിട്ടുണ്ട്. വി എം കുട്ടി, പിന്നെ കെ ടി മുഹമ്മദ് കുട്ടി, കെ എസ് മുഹമ്മദ് കുട്ടി, പിന്നെ എം പി ഉമ്മർ കുട്ടി, ഇവരെല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നത് ഇതിനകത്ത്. എപ്പം പിന്നെ ഞാനൊരു ഫേമസ് ആയോട് കൂടിയിട്ട് പിന്നെ ഇതിനകത്ത് എരഞ്ഞോളി മൂസനുണ്ട്. എരഞ്ഞോളി മൂസ എന്ന് പറഞ്ഞ പാട്ടുകാരനും കൂടി. അപ്പം 3 കുട്ടികൾ വരെ എരഞ്ഞോളി മൂസയാണ് ഉണ്ടാക്കിയത്. അധികം എല്ലാത്തിനുമുള്ള എല്ലാ കുട്ടികളാണ്. വി എം കുട്ടി, എം പി ഉമ്മർ കുട്ടി, കെ ടി മുഹമ്മദ് കുട്ടി, കെ എസ് മുഹമ്മദ് കുട്ടി, ഇങ്ങനെയുള്ള കൂട്ടത്തിൽ ഒരു വലിയ ആൾ ഞാൻ. അപ്പം അങ്ങനെ ഇവിടെ പാടിയിട്ട് ഈ മെലോഡി പാട്ടുകൾ പാടിയിട്ട് എല്ലാ ആൾക്കാരും അതുവരെ കേൾക്കാത്ത മാപ്പിളപ്പാട്ട്, ആകാശഭൂമി കതിപതിയായ ഇത്തരം പാട്ട്, മേറാജ് രാവിലെ കാറ്റ്, ഇങ്ങനെ കണ്ട പല നല്ല മെലോഡി ആയിട്ടുള്ള മാപ്പിളപ്പാട്ടും മാപ്പിള ചരിത്രം ഭക്തികരമായിട്ടുള്ള പാട്ടുകളും ഇതെല്ലാം പാടിയോട് കൂടിയിട്ട് ജനങ്ങൾക്ക് അതൊരു വല്ലാത്തൊരു
ഒരു സുഖമായി തോന്നി. അതോടുകൂടി ഞാൻ ഇവരുടെ ഇടയിൽ ഒരു ഉയർന്നു നിൽക്കുന്നൊരു പാട്ടുകാരനായിട്ട് മാറി. അത് പഠിച്ച തമ്പുരാൻ ആയുസ്സിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സഹായം കൊണ്ട്, പഠിച്ചവൻ്റെ സഹായം കൊണ്ട് ഞാൻ ഇന്നും അങ്ങനെ തന്നെ പാടി നടക്കുന്നുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ ഇപ്പം പിന്നെ മില്ലേനിയം ഓഡിയോസ് അവരാണ് ഈ ഒരുവിധ എല്ലാ പ്രോഗ്രാമും ഇറക്കുന്നവരോ. മറ്റുള്ള കമ്പനി അന്ന് പോയിട്ടുള്ള കമ്പനികളുണ്ട് അന്ന് ഏതോ എനിക്കും കാസറ്റ് ഇറക്കാം. അപ്പോൾ ഇന്ന് അത് നടക്കില്ല. എന്താ കാരണം വെച്ചാൽ അങ്ങനെ ആരും ഇറക്കുന്നില്ല. ഇറക്കിയാൽ തന്നെ ഓന് ഒറ്റ പ്രാവശ്യം ഇറക്കുള്ളൂ. ഓൻ മുരട്ട പൈസ വരെ ഉണ്ടാവില്ല. ഇന്ന് ഈ മാപ്പിളപ്പാട്ടിന് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുക ഇന്നലെ കുറച്ച് കൊല്ലങ്ങളായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു കമ്പനിയാണ് മില്ലേനിയം ഓഡിയോസ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതൊരു സത്യം. തുറന്നു പറയാണ്ട് കഴിയാത്തതിൻ്റെ പേരിൽ ഞാൻ പറയുകയാണ്. അപ്പം അവരുടെ സഹായം കൊണ്ട് പല പാട്ടുകാരും പല പാട്ടുകാരും ജനങ്ങളിൽ എത്തിയിട്ടുണ്ട്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കൊടുത്തത് ഈ മില്ലേനിയം തന്നെയായിരിക്കും എന്ന് എനിക്ക് തീർത്തും പറയാൻ കഴിയും. കാരണം പല പാട്ടുകൾ ഓരോരുത്തരുടെ ചുവട്ടിലും മനസ്സിലും വീടുകളിലും എല്ലാ സ്ഥലത്തും എത്തിച്ചത് ഇവരാണ്. അവരെ ഉയർത്തി കാണിച്ചതും ഈ കമ്പനിയാണ്. ഇപ്പം നമുക്കും എല്ലാം ഇവരെ സഹായത്തിലാണ് നമ്മളെല്ലാം സാധനം വിറ്റു തീർന്നു പോകുന്നതും നമ്മളെല്ലാം പാട്ടുകൾ പല ആൾക്കാരും കേൾക്കുന്നതും ഈ കമ്പനിയാണ് അതിൻ്റെ കാരണക്കാർ. ഒരിക്കലും ആർക്കും ഒഴിച്ചുകൂടാത്ത ഒരു പാട്ടുകാർക്കും ഒരു ചെറുതായിട്ട് കാണാൻ കഴിയാത്ത വലിയൊരു കമ്പനി ആണ് മില്ലേനിയം ഓഡിയോസ്. അതിനെപ്പറ്റി ഒന്ന് പറയേണ്ടതുണ്ട്. ആ പാട്ട് പാടുന്നതിന് മുമ്പേ ഈ പണ്ട് ഇന്ന് ഈ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഗൾഫിലാണ് എല്ലാ ആൾക്കാരും യാത്ര. ഈ ഗൾഫിൽ പോകുന്നതിനെക്കാട്ടും മുമ്പേ ബർമയിൽ പോകുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു എല്ലാ ആൾക്കാരും. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളാണ് ഏറ്റവും കൂടുതൽ ബർമ ഈ പോകുന്ന ആളുകൾ. അപ്പം ബർമക്കാരാണ് അവർ. ഈ റങ്കൂൺ എന്നതിന് പറയാം. ബർമയ്ക്ക് റങ്കൂൺ എന്നും കൂടി പറയും. അപ്പോൾ റങ്കൂണിൽ പോകുന്ന ആളുകളാണ്. അന്ന് അവർ തിരിച്ചു വരുന്നതിന് ചില കള്ളിത്തുണിയും പച്ച ബെൽറ്റും മറ്റോ ഈ കയ്യുള്ള ബനിയലിട്ട് അങ്ങനത്തെ ഒരു കോലത്തിൽ അവർ വരിക. അപ്പോൾ അവർ വന്ന് അന്ന് അവർ ഈ റങ്കൂന്ന് വന്ന ചില ആൾക്കാർ പറയുന്ന ഈ ബഡായി ഉണ്ടല്ലോ, അത് പി ടി അബ്ദുറഹ്മാൻ എങ്ങനെ പഠിച്ചു? അതാണ് പി ടി അബ്ദുറഹ്മാൻ. പി ടി അബ്ദുറഹ്മാൻ ഓരോ സംഗതിയും കാണാണ്ട് അതിൻ്റെ എല്ലാം ഒപ്പിച്ചിട്ട് പാട്ട് എഴുതാൻ കഴിവുള്ളൊരു മഹാനായ ഈ കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ചു പോയൊരു മഹാകവിയാണ് പി ടി അബ്ദുറഹ്മാൻ. മൂപ്പര് എഴുതി കഴിഞ്ഞാൽ ഒരാൾ വന്നിട്ട് പറയുകയാണ് ഒരു ബഡായി. ഞാനങ്ങനെ റങ്കൂൽ എന്നൊരു ചായ മക്കാനി നടത്തുന്ന കാലത്ത് അവിടെ ഒരു പെണ്ണ് വന്ന് നീല കണ്ണുള്ളൊരു പെണ്ണ്. ആ പെണ്ണിൻ്റെ അങ്ങനെ പലതും പറയാണ്. അവിടെ ഒരു നീല കുളമുണ്ട്. ആ കുളത്തിൽ ബരിമീനും ചെമ്പില്ലിയാണ്. ആ കുളത്തിൽ കൊണ്ടുപോയി നമ്മൾ ബിസ്ക്കറ്റ് ഇട്ടാൽ നമ്മളെ പേര് ആ മീന് പറയും. ഒരു അരക്കിൻ്റെ ഒരു കൊമ്പനാനുണ്ട്. ആ ആനൻ്റെ കൊമ്പി നമ്മൾ തൊട്ടാൽ ആ ആന അപ്പുറത്ത് തുമ്പിക്ക് നമുക്ക് സലാം കാണിക്കും. എന്നെല്ലാം പറഞ്ഞിട്ട് ബഡായി വന്നിട്ട് പറയുന്ന ആ സംഭവം ഇതേപോലെ തന്നെ ദുബായിൽ പോയപ്പോൾ ഇപ്പം നടക്കുന്നില്ല. ആദ്യം വന്നപ്പോൾ തന്നെ രാജ്യമെല്ലാം പോയിട്ട് ഇവിടെ ഭയങ്കര കരപിടിച്ച് രണ്ടാമത് നാട്ടിലെത്തിയ മൂപ്പർ പറയുന്ന വർത്താനം ഭയങ്കര വർത്താനമാണ്. ഒന്നുമില്ലാത്തത് ഇവിടെ വരെ പ്രചരിപ്പിക്കും. അതൊരു ബഡായി. അതേപോലെ ആ ബഡായിയാണ് വീട്ടിൽ പാട്ടായി. മക്കാറല്ലിത് ഞാൻ പോയി റങ്കൂലെന്നൊരു ചായ മക്കാനി നടത്തും കാലം നല്ല മക്കിപ്പൂവത്തറ് പൂശി ചൊരുക്കുറുമാലും വീശി നിൽക്കുന്നതാണെന്നെൻ്റെ കോലം നിൽക്കുന്നതാണെന്നെൻ്റെ കോലം റങ്കൂലുള്ള അതിശയ മതി കണ്ടാൽ പല ജാതി റങ്കുള്ള കമ്മീസിട്ട പെണ്ണ് കരിമത്തി പീഡക്കുന്ന കവിണക്കല്ലെറിയുന്ന കരിമഷി തേച്ചു വെച്ച കണ്ണ് കരിമഷി തേച്ചു വെച്ച കണ്ണ് ഒരു നീലക്കോളമുണ്ട് അതിലുള്ളത് അമേരിക്കൻ വരിമീനും ചെമ്പല്ലിയുമാണ്
ഒരു വിസ്കോ താതിയിലിട്ടാൽ നുരതുപ്പി പൊന്തി വന്ന് എറിഞ്ഞോൻ്റെ പേര് ചൊല്ലു മീനേ, എറിഞ്ഞോൻ്റെ പേര് ചൊല്ലു മീനേ, മക്കാറല്ലിത് ഞാൻ പോയി. ഇങ്ങനെ തുടങ്ങുന്ന ആ പാട്ട്. ഞാൻ ആദ്യമായി മലയാള സിനിമ എത്തിയത് സലാം കാരശ്ശേരിൻ്റെ 14 രാവ് എന്ന സിനിമയിലാണ്. അപ്പോൾ ശരിക്കും പറയാൻ വെച്ചാൽ ഒരു പാട്ടുകാരൻ എന്ന നിലയ്ക്ക് എന്നോട് പാട്ടിനോടുള്ള താല്പര്യം കൊണ്ടാണ് എന്നെ ആ സിനിമയിലേക്ക് അദ്ദേഹം ആ സിനിമയിലേക്ക് എന്നെ അഭിനയിപ്പിക്കാനും പാടാനും അവസരം ഉണ്ടാക്കി തന്നത്. അപ്പോൾ അതിൽ ഞാൻ പിന്നെ വിളയിൽ വത്സല, അന്ന് വത്സലയാണ്, വിളയിൽ വത്സല ഞാനും കൂടി ചേർന്ന് പാടുന്ന ഒരു ഡൂയിറ്റ് പാട്ടാണ് നമുക്ക്, അന്ന് രാഘവ മാഷാണ് സംഗീതം, ആ പാട്ടാണ് നമ്മളെ കൊണ്ട് പാടിച്ചിട്ടുള്ളത്. അപ്പം അതൊരു നല്ല പാട്ടായിരുന്നു. ഒരു കോറസായിട്ടുള്ള ഫീമെയിലും അതിൻ്റെ ഇടയ്ക്ക് 4 പേര് ഞാനും. ആ പാട്ട് തുടക്കം ഇങ്ങനെയാണ്: മണവാട്ടിക്കാരം കൊണ്ട് മുഖം മറച്ച് മൈലാഞ്ചി കവിളത്ത് പടർന്ന് വീണ്. അതാണ് ഫീമെയിൽ പാടുന്നത്. ഇപ്പോൾ എനിക്ക് പാടാനുള്ളതെന്ന് വെച്ചാൽ അതിങ്ങനെ പോകുന്നൊരു പിന്നെ ഒരു കാളവണ്ടി ഇങ്ങനെ ഒരു അതിനകത്തുള്ള ഒരു പ്രധാന നടനെയും കൊണ്ടൊരു കാളവണ്ടി പോവാണ്. അപ്പോൾ കാളവണ്ടിക്കാരെ പാടുകയാണ് ഈ പാട്ട്. ഹൽബിൽ തൂടിക്കണ തത്തമ്മ പാട്ടിന്ന് കേട്ടല്ലോ പൂമോനെ, എൻ്റെ മുഹബത്തിൻ മുറ്റത്ത് മുന്തിരി പൂത്തത് കണ്ടല്ലോ തേൻമോനെ. ഇതാണ് ഞാൻ പാടിയ അതിനകത്തുള്ള 4 പേര് പാട്ട്. രണ്ട് പ്രാവശ്യം പാടുന്നുള്ളത്. അതാണ് ആദ്യം പാടിയത്. പിന്നീട് എന്നെ ഒരു മലയാള സിനിമയിലേക്ക് പിന്നെയും ഒരു ക്ഷണം കിട്ടുകയാണ്. ഒരു ദിവസം കാണാൻ എൻ്റെ വീട്ടിലൊരു പെട്ടെന്ന് കാണും ഒരു ഫോണ്. എൻ്റെ ലൈനിൽ ഫോണിലാണ് വിളിക്കുന്നത്. ഹലോ, ഞാൻ അവരോട് ചോദിച്ചു. ഞാൻ പറഞ്ഞത് കമലാണ് വിളിക്കുന്നത് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു കമലും ഞാനായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല, സംസാരിച്ച ബന്ധമില്ല, അങ്ങനത്തെ ഒരു ബന്ധമില്ലാത്ത ഒരാൾ എന്നെ വിളിക്കാം. അപ്പം എന്നെ ആരും ഒരു തമാശയാക്കുന്നതായിരിക്കും എന്ന് എനിക്ക് വേറെ പണിയൊന്നുമില്ല, കാര്യം പറ ആരാന്ന് ഞാൻ പിന്നെയും ചോദിച്ചു. അന്നേരം ഉടനെ കമൽ പറയുന്നത് കമലിൻ്റെയാണ്, നിങ്ങൾ പറയുന്നത് സത്യത്തിലാണ്, ആരും അത് വിശ്വസിക്കില്ല. അപ്പോൾ എനിക്ക് തോന്നി മൂപ്പർ ആ വർത്താനത്തെ സ്റ്റൈലും എല്ലാം കേട്ടാൽ എനിക്ക് തോന്നി ഇത് കമലിൻ്റെ. ഞാൻ അപ്പം ചോദിച്ചു എന്താ സാർ. അപ്പോൾ എൻ്റെ സിനിമയിൽ നിങ്ങളെ കൊണ്ടൊരു ഭാഗം അഭിനയിപ്പിക്കണമെന്നുള്ള ഒരാഗ്രഹമുണ്ട്, ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അഭിനയം എനിക്കറിയില്ല, ഞാൻ ഇതുവരെ സിനിമയിലോ നാടകത്തിലൊന്നും അഭിനയിച്ചിട്ടില്ല, പക്ഷേ താല്പര്യമുണ്ടോ എന്ന്. ഞാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ പറയാം, നാളെ വിളിച്ച് പറയാം, എവിടെ വരണമെന്ന് നാളെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോണും കട്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കാരണം ഞാൻ പിന്നീട് മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ, 30 ദിവസം വീട്ടിൽ വെച്ചിട്ട് അങ്ങനെ ഒരു പെരുന്നാളിൻ്റെ ഒരു ദിവസം ടി വിയിലേക്ക് കൂടി ഒരു പെരുന്നാൾ പാട്ട് ഞാനാ പാടുന്നത്. അതിങ്ങനെ മൂപ്പര് പെട്ടെന്ന് എന്തോ ഒരു കാരണത്തിൽ ഈ പാട്ട് മൂപ്പര് ചാനലിൽ കൂടി വന്ന പാട്ട് മൂപ്പര് ടി വിയിൽ കൂടി കണ്ട്. അപ്പം മൂപ്പർക്ക് ഇങ്ങനെ ഒരു മനസ്സിലൊരു തോന്നൽ, ഗ്രാമഫോൺ സിനിമയിൽ അങ്ങനത്തെ ഒരു കഥാപാത്രമുണ്ട്, അതിന് പറ്റൂ ഇയാൾ എന്നുള്ളൊരു തോന്നൽ മൂപ്പര് കണ്ടു. മൂപ്പർക്ക് അതിനകത്ത് വേണ്ടതെന്ന് വെച്ചാൽ ചോരയും നീരൊന്നും ഇല്ലാത്തൊരു മനുഷ്യനെ ഉണ്ട്. അപ്പോൾ മൂപ്പര് ആ കഥാപാത്രത്തിന് ഇതിലെ കൂടി മൂപ്പര് ചോരയും നീരൊന്നും ഇല്ലാത്ത ഒരു ലൂയി എന്ന് പറയുന്ന ഒരാളാ അത് അങ്ങനത്തെ ഒരു എനിക്കറിയുന്ന ഒരാളാണ്, ഞാൻ പിന്നീട് അത് അറിയുന്നു. അപ്പോൾ ലൂയി അല്ല, അതിൻ്റെ അകത്ത് സാമുവൽ നേരത്തെ യഥാർത്ഥ പേരുള്ള ഒരു കലാകാരനുണ്ട് കോഴിക്കോട്ട്. ഇത് ഈ കഥ തന്നെ ബാബുരാജിൻ്റെ കഥയാണ് സിനിമ. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ തന്നെ വിളിച്ച് ഞാൻ പോയി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഇവിടെ ഇന്ന ദിവസം മട്ടാഞ്ചേരി വരണം, അവിടെ വെച്ചിട്ടാണ് ഷൂട്ടിങ്. അപ്പോൾ നിങ്ങളതാണ് അന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്ന ഷൂട്ടിങ് നിങ്ങളതാണ്. അപ്പോൾ ആദ്യം 1-2 ദിവസം കഴിഞ്ഞിട്ട്, അപ്പോൾ ആ ദിവസം എൻ്റെ ഷൂട്ടിങ് എടുക്കുക. എന്താ വെച്ചാൽ നേരത്തെ സിനിമ ആദ്യം എടുക്കേണ്ട അവസാനം എടുക്കുന്നത് അങ്ങനെയാണല്ലോ എടുക്കുക. എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇതൊരു വലിയ സംഭവം പറഞ്ഞാണ്,
എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളത് ഞാൻ നേരത്തെ അങ്ങോട്ട് പറഞ്ഞതാണ്, എല്ലാം തന്നെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു അസിസ്റ്റൻ്റ് പറഞ്ഞത്, നിങ്ങളുടെ അടുത്ത് നിങ്ങളെല്ലാ ദിവസവും കാണുന്ന, നിങ്ങൾ വല്ലാണ്ട് സ്നേഹിക്കുന്ന, വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയും കൂടി യാത്ര ചോദിക്കാൻ വരും. ആ യാത്ര ചോദിക്കാൻ വരുന്നേരം തന്നെ കൊണ്ട് ചിരിച്ചുകൊണ്ട് സ്വീകരിക്കണം. കുട്ടി നിങ്ങളടുത്ത് പലതും തമാശയും പറഞ്ഞിട്ട് കുട്ടി യാത്ര പറഞ്ഞിട്ട് പിരിയും, നിങ്ങളടുത്ത് പോവും, അവർ തിരിച്ചു പോവും. തിരിച്ചു പോകുന്നേരം നിങ്ങൾ ആ കുട്ടി നോക്കി പെട്ടെന്ന് കരയും വേണം. ഇത് രണ്ടും വേണം. അപ്പോൾ എൻ്റെ അടുത്ത് ഇത് പറഞ്ഞപ്പോൾ തന്നെ, ഇത് മീര ജാസ്മി എന്ന് പറഞ്ഞ നടിയാണ്, അവരാണ് ഈ വരുന്നത്, അവരാണ് നമ്മൾ ഒഴിച്ചുകൂടാത്ത നമ്മളെ കൂട്ടത്തിൽ തന്നെ തിരിഞ്ഞു കളിക്കുന്ന ഒരു മോളാണ്. അപ്പോൾ അവരെ ഇങ്ങനെ നമ്മൾക്ക് ഒരു യാത്ര ഇസ്രായേലിലേക്ക് പോവാണ് കുട്ടി. അപ്പോൾ ആ കുട്ടി നമ്മൾ യാത്ര ചെയ്യുവാൻ ലൂയി അങ്കിൾ എന്ന് തന്നെ വിളിക്കുന്നു. എൻ്റെ അടുത്ത് വന്നിട്ട്, ലൂയി അങ്കിൾ ഞാൻ ഇങ്ങനെ യാത്ര പറഞ്ഞിട്ട് പോവാണ്, ലൂയി അങ്കിൾക്ക് വേണ്ടുന്നതിൽ ഞാൻ കൊണ്ടുതരും, ലൂയി അങ്കിൾക്ക് ഇതെല്ലാം വേണ്ട അത് ഞാൻ കൊണ്ടുതരും, ഞാൻ അങ്ങോട്ട് കൊടുത്തു വിടും എന്നെല്ലാം പറഞ്ഞിട്ട് കുട്ടി അപ്പം വരുമ്പം തന്നെ ചിരിച്ച് സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ ഒരു പുളിച്ച ചിരിയൊന്നും തൃപ്തിയായിട്ടില്ല. കുട്ടി പോകുന്നേരം യാത്ര കണ്ടിട്ട് പോകുന്നേരം കാര്യമാണോ, ചിരിക്കാനും എനിക്ക് സാധിച്ചിട്ടില്ല, കാര്യമാണെങ്കിൽ ഇത് രണ്ടും കഴിഞ്ഞിട്ടില്ല. അതാണ് അഭിനയം. അഭിനയം പഠിച്ച കൂട്ടർക്ക് മാത്രമേ അഭിനയിക്കാൻ കഴിയുള്ളൂ. അന്നാണ് ഞാൻ ഈ നടന്മാരെയും നടികളെയും വല്ലാണ്ട് ബഹുമാനിക്കാൻ തോന്നിയ ഒരു ദിവസം. അന്നാണ് ഞാൻ അനുഭവിച്ചവരാണ് അതിൻ്റെ ഗൗരവം മനസ്സിലായത്. അത്ര അവർക്കറിയണമെങ്കിൽ എത്ര ആൾക്കാരുടെ കൂട്ടത്തിൽ വെച്ചിട്ട് അവർ നമ്മളെന്തൊക്കെ കാണുന്നുള്ളൂ, അവരുടെ കൂട്ടത്തിൽ കുറേ ആൾക്കാരുണ്ട്, എല്ലാം മുമ്പിൻ്റെ ക്യാമറ ഉണ്ട്, എന്തൊക്കെ നമ്മളെ മുന്നിൽ ഒന്നും അറിയുന്നില്ല. നമ്മളിങ്ങനെ ഒരു പച്ചയായ ഇപ്പം ഇതിൽ തന്നെ കാണുമ്പോൾ എന്നെ മാത്രമേ കാണുന്നുള്ളൂ. ചുറ്റുപാടിൽ കുറേ ആൾക്കാരും ചുറ്റിപ്പറ്റി നിൽക്കുന്നു നമ്മളറിയുന്നില്ല. അപ്പോൾ ഇത്ര ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ജീവിതത്തിൻ്റെ ഒരനുഭവം നമ്മൾ അവരുടെ മുന്നിൽ കാഴ്ചവെച്ചു കൊടുക്കുകയല്ലേ. അപ്പോൾ അത്രയും കഴിവുള്ളവനിക്ക് മാത്രമേ അത് കഴിയൂ എന്നുള്ളതിൻ്റെ ഏറ്റവും തെളിവാണ് എൻ്റെ ഈ അനുഭവം. ഇല്ല, അറിവില്ലാത്തതുകൊണ്ട് തന്നെ, സത്യത്തിൽ അത് അറിയാത്തതുകൊണ്ട്. ഒരു പാട്ടെല്ലാം കുത്തിക്കുറിക്കാൻ വേണ്ടി വളരെ വളരെ ഗൗരവത്തിൽ കുറേ ദിവസങ്ങൾ, ഒരു 1-2 ദിവസം മെനക്കെട്ട ഒരു പാട്ട് എഴുതാനെല്ലാം പറ്റും. പക്ഷേങ്കിൽ ഞാനങ്ങനെ ഒരു പാട്ട് എഴുതുകയാണെങ്കിൽ, ഞാൻ ഇല്ലെങ്കിൽ ഈ ഇല്ല, ഇനി ഇല്ലെങ്കിൽ ഞാനില്ല, എന്നോട് എനിക്ക് ഇഷ്ടമാണ്, ഇതെല്ലാം എഴുതേണ്ടി വരും. അപ്പോൾ അതൊന്നും എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ മെനക്കേടുള്ള എഴുതലുമില്ല. മറ്റൊന്ന്, അറിവുണ്ടെങ്കിൽ മാത്രമേ നമ്മളൊന്നും ചെയ്യുള്ളൂ. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, സിനിമക്കാരെ പറ്റി പറഞ്ഞില്ലേ, ഞാൻ അതിൻ്റെ ശേഷം ഒരു സിനിമയിലും പോയിട്ടില്ല, എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. ഞാനവിടെ പോയിട്ട് ആൾക്കാരുടെ മുമ്പിൽ വെച്ചൊരു ബോറിനാകുന്നതിനെക്കാട്ടും നല്ല ആ ഭാഗത്തോട്ട് പോകേണ്ടി നിൽക്കില്ല. അപ്പം കഴിയാത്തത് പാട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ അന്തസ്സായിട്ട് ഇപ്പം പോയിട്ട് എനിക്കൊന്ന് 3-4 പാട്ട് പാടാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പോകുന്നു, ധൈര്യത്തിൽ പോകുന്നു. അതുകൊണ്ട് കഴിയാത്ത കാര്യത്തിൽ ഞാൻ നോക്കൂല. കാരണം അതുകൊണ്ട് തന്നെയാണ് നല്ല പാട്ടുകാർ പിള്ളേർ, നല്ല ഈ എൻ്റെ ഒരു ശേഷമുള്ളൊരു തലമുറ, അതിൽ നല്ല അപാര കഴിവുള്ള അപാര ശബ്ദമുള്ള പാട്ടുകാർ കുറേ കുട്ടികൾ വന്നു. അവർ സ്വന്തമായിട്ട് ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് കുറേ പാട്ട് എഴുതി. ആ പാട്ട് എഴുതി അതുകൊണ്ടാണ് അവർ സ്വന്തം എഴുതിക്കൊണ്ടാണ് നീയിലേക്ക് ഞാനില്ല, ഞാനിലേക്ക് നീയില്ല, ഇങ്ങനെ എഴുതി ഇങ്ങനെ പാട്ട് പാടുന്നത്. എന്നോട് എനിക്ക് ഇഷ്ടമാണ്, എന്നോട് എനിക്ക് ഇഷ്ടമുണ്ടോ, എനിക്കവർ പൂതരായി, ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഇങ്ങ് പോയി എന്തെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പാട്ട് എഴുതി ഇങ്ങനെല്ലാം ആക്കിയതിൻ്റെ പേരിൽ എന്തായി, അവർ വന്നേ അതിൽ കുറേ ആൾക്കാർ അന്നേരം ഭയങ്കര സപ്പോർട്ട് ചെയ്ത് ഇവർക്ക്. പിന്നീട് വെച്ചാൽ ഇത് സഹിക്കാൻ കഴിയാത്തതിനും കുറേ ആൾക്കാർ അവരെ ഈ അവരെ മനസ്സിനെ ഒഴിവായി കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഇപ്പം അവർ വന്ന ആ സ്പീഡിൻ്റെ എത്രയോ പിറകിൽ, അത്രയും സ്പീഡ് പിറകിൽ, അങ്ങോട്ട് പിറകിലോട്ട് പോയവർ വന്നതിൻ്റെ എത്രയോ ആ സ്പീഡിൻ്റെ എത്രയോ വല്ലാത്ത സ്പീഡിൽ പിറകിപ്പോയി. അപ്പോൾ അവരിൽ നമ്മൾ ഈ മാപ്പിളപ്പാട്ടിൽ വേണ്ടുന്ന ശബ്ദ പാട്ടുകാരായിരുന്നു, അത്രയും നല്ല കഴിവുള്ള പാട്ടുകാരായിരുന്നു. പാട്ട് പാടി ആളെ വെറുപ്പിച്ച്. അതുകൊണ്ട് ഞാനൊന്നും ആ തരത്തിലൊരു പാട്ട് എഴുതാത്തതിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ ഇന്നും ഞാൻ ഇത്രയും കൊല്ലങ്ങളായിട്ട് ഇന്നും ഞാൻ ഇതിന് അടിയുറച്ച് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം, ജനങ്ങൾ നിർത്തുന്നതിൻ്റെ ഒരു കാരണം ഒരു പാട്ട് പോലും എഴുതാത്തതിൻ്റെ പേരിലായിരിക്കും, അല്ലെങ്കിൽ ഒരു പാട്ട് ഇതുവരെ ട്യൂൺ ചെയ്യാത്തതിൻ്റെ പേരിലായിരിക്കും. മറ്റുള്ള അറിവുള്ള കൂട്ടർ ചെയ്തു തരുന്നു, ട്യൂൺ ചെയ്തു തരുന്നു, എന്നെ കൊണ്ട് പാടിക്കുന്നു, ഞാൻ പാടുന്നു, അത് ജനങ്ങൾ കേൾക്കുന്നു. അപ്പം കഴിയാത്ത കാര്യങ്ങൾ നമ്മളധികം മെനക്കേണ്ട. ഇപ്പം കുറേ നല്ല പാട്ടുകളെല്ലാം ഈ പറയപ്പെട്ട ആളുകൾ എഴുതുന്നുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്.
അതേപോലെ നല്ല നല്ല പാട്ടുകൾ വരട്ടെ, അവർ രംഗത്തുണ്ടാവട്ടെ എന്ന് സത്യത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇത് നമ്മളെല്ലാം ഏകദേശം കാലം കഴിഞ്ഞു. അപ്പോൾ ഇത്രയും നല്ല പാട്ടുകാർ നമുക്ക് മാപ്പിളപ്പാട്ട് രംഗത്ത് വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാം നിലനിൽക്കേണ്ട ആഗ്രഹമാണ്. നല്ല പാട്ടുകൾ പാടിയിട്ട് ഒരു നിൽക്കട്ടെ, നല്ല പാട്ടുകൾ എഴുതട്ടെ. ഇനി കുറേ ഈ തരമുള്ള പാട്ടുകൾ മാറ്റിവെക്കാൻ ഞാൻ നോക്കിയിട്ടാണ് പറയുന്നത്. ഈ കാര്യം അവരോട് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇത് എൻ്റെ ഒരു അനുഭവം ഞാൻ ഈ പറഞ്ഞു. ഈ 65 കൊല്ലമായി ഞാൻ പാടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പടച്ച തമ്പുരാൻ്റെ സഹായം കൊണ്ട് ഈ ജനങ്ങളെ താല്പര്യം കൊണ്ട് ഇപ്പോൾ ഞാൻ പാടിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. ജനങ്ങളെ താല്പര്യം വലുതാണ്. അവരെ തൃപ്തിപ്പെടുത്താനുള്ള അവർക്ക് ഇഷ്ടപ്പെടുന്ന പാട്ട് പാടിക്കൊടുക്കേണ്ടത് നമ്മുടെ പാട്ടുകാരൻ്റെ കടമയാണ്. അതെല്ലാം വളരെ ശ്രദ്ധിച്ചിട്ട് നിൽക്കണം എന്നുള്ളൊരു അപേക്ഷയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പാട്ടുകാരോട് ഞാൻ പറയുന്നത്. എന്നാ അത് ശരിക്കും പറഞ്ഞാൽ പാടാൻ തന്നെ വിളിച്ചു കൊണ്ടുപോയതാണ്. അത് ഗോപി സുന്ദറിൻ്റെ നിർബന്ധത്തിലാണ് ആ പ്രൊഡ്യൂസർ എന്നെ വിളിപ്പിച്ചത്. നേരത്തെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ അപ്പത്തരങ്ങളെല്ലാം എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു പാട്ട് നേരത്തെ ഒരു കോമഡി രൂപത്തിൽ അങ്ങനെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മൂപ്പരിക്ക് തന്നെ ആ പാട്ട് അങ്ങനെ പോരാ, അത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ആ തരം പാട്ടുകൾ, ആ ട്യൂണ് അങ്ങനെ ഒന്ന് സിനിമൻ്റെ അതിന് വേണ്ടുന്ന തരത്തിലാണല്ലോ എന്ത് പാട്ടും എന്തും ചെയ്യാം. അപ്പോൾ അത് അത്രയേ ഉള്ളൂ അതിനകത്ത് സിനിമയ്ക്ക് വേണ്ടി ചെയ്ത്. അപ്പോൾ മൂപ്പർക്ക് ഒരു ഇതിൻ്റെ ഒറിജിനൽ പാട്ട് മറ്റൊരു സിനിമയിൽ ചെയ്യണമെന്നൊരു മനസ്സുണ്ടായിരുന്നു അന്നേരം. അപ്പോൾ അതുകൊണ്ടാണ് എന്നെക്കൊണ്ട് അതിൻ്റെ തനിമയാർന്ന പാട്ട് പഴയ ഒരു പാട്ടുകാരനെ കൊണ്ട് പാടിക്കുന്ന ഒരു ആഗ്രഹം നേരത്തെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് എന്നെ വിളിപ്പിക്കുന്നത് ഈ പാട്ട് പാടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് എന്നെക്കൊണ്ട് ഈ പാട്ട് ചെറിയൊരു മാറ്റം ഗോപി സുന്ദര പാട്ടിന്. നേരത്തെയുള്ള പാട്ട് തന്നെയാണ്, പക്ഷേ അത് മുമ്പൊക്കെ ഇങ്ങനെ പാടിക്കോ എന്നിട്ട് നല്ല ആ തനിമയെന്ന് മാറാത്തൊരു കോലത്തിൽ ഗോപി സുന്ദര ആടുകളെല്ലാം ചെരിങ്ങാനത്ത ഒരു അരുവും കോണെല്ലാം ഒന്ന് മിനുക്കി തന്നിട്ട് എന്നെ കൊണ്ട് പാടി. അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി, അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അറയിൽ ചുമന്ന് വരുന്നമ്മായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട്. അത് കുറേ പാടാനുണ്ട്, എനിക്ക് അതിൻ്റെ വരികളൊന്നും ഫുള്ളായിട്ട് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഇത്തിരി. അപ്പോൾ ഇതൊരു തനിമയാറുന്ന പാട്ട് എന്നെക്കൊണ്ട് പാടിക്കുമെന്ന് അദ്ദേഹത്തിന് ഒരു മനസ്സിലുള്ളതിൻ്റെ പേരിലാണ് ഗോപി സുന്ദരം എന്നെക്കൊണ്ട് ഈ പഠിത്തം. പക്ഷേ ആ നേരത്തെയുള്ള പത്രത്തിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെതായ ചില സാധനം അതിനകത്തുണ്ട്. അത് ഇന്ന് എല്ലാ ആൾക്കാരും നല്ല അംഗീകരിച്ച പാട്ട്. ഇതൊരു ഫേമസ് ആണ് ഇപ്പോൾ പാട്ട്. എനിക്കൊരു ഭാര്യ 6 മക്കളുണ്ട്. അതിൽ 3 പെണ്ണും 3 ആണും. ഭാര്യൻ്റെ പേര് കുഞ്ഞാമി. സത്യത്തിൽ ഇന്നും പഠിച്ചവർ ആയുസ് തന്നാണെങ്കിൽ കൂടി ഇന്നും ഒരു വളരെ ഗൗരവത്തിൽ ഒരു പാട്ടുകാരൻ, ഒരു കലാകാരനായിട്ട് നിൽക്കാൻ കാരണക്കാരത്തി എൻ്റെ ഏറ്റവും വലിയ പ്രോത്സാഹനം എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന അന്ന് പോലെ ഒന്നിനും ഒരു ഡിമാൻഡും ഇല്ലാണ്ട് ഒരു കുറ്റവും കുറവും പറയാണ്ട് ഞാൻ എന്ത് വഴിക്ക് പോകുന്നു, ആരടുത്ത് പോകുന്നു, എവിടെ പോകുന്നു അത് ചിന്തിക്കാണ്ട് എന്നെ ഒരു ലേശം പോലും ശല്യപ്പെടുത്താണ്ട് എൻ്റെ ഒപ്പം തന്നെ എന്നെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ. ആ ഭാര്യയും 6 മക്കളുമാണ് എനിക്കുള്ളത്. 3 ആണും 3 പെണ്ണും. എല്ലാ ആൾക്കാരും കല്യാണം കഴിഞ്ഞ്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും മക്കളുണ്ട്. 18 പേരക്കുട്ടികളുണ്ട്. അതുകൊണ്ട് ഞാനൊരു നിറഞ്ഞ ഒരു പുരുഷനാണ് ഞാനിപ്പോൾ. ഒരുവിധം എല്ലാ ആൾക്കാർക്കും എനിക്ക് കടപ്പാടല്ലേ. ഒരുവിധം എല്ലാ ആൾക്കാർക്കും എനിക്ക് അവരോട് കടപ്പാട് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒന്നുമല്ലാത്ത എൻ്റെ കുടുംബത്തിൽ പോലും എൻ്റെ തറവാട്ടിൽ പോലും ഒരു പാട്ടുകാരനും ഇല്ലാണ്ട് ഞാൻ ഒരു സമയത്ത് ഇങ്ങനെ കയറി വരിക. എൻ്റെ പാട്ടുകാരനായ എന്നെ വളർത്തിയാലും ഈ പറയുന്ന ഇവരെല്ലാം തന്നെയല്ല. അത് തന്നെ എൻ്റെ ഏറ്റവും വലിയ കടുപ്പം. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും നേടാത്തൊരുത്തിനാണ് ഞാൻ. ഇപ്പോൾ ഒന്നും നേടിയിട്ടില്ല. സാമ്പത്തികമായിട്ട് ഞാൻ പറഞ്ഞു ഒന്നും നേടിയിട്ടില്ല. പക്ഷേ ഞാൻ സാമ്പത്തികമായിട്ട് നേടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ എല്ലാ മക്കളെയും കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ആരോടും കൈ കാണിക്കും. 1, 2, 3 ആൾക്കാർ ആ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്.
ഞാൻ താമസിക്കുന്ന വീട് പുതുക്കിപ്പണി തന്നിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ കൂട്ടുകാർ ചെയ്തു തന്നെ. അവരോട് കടപ്പാടില്ലാണ്ട് എങ്ങനെയും ഇതൊക്കെ അത്രയും കടപ്പാടാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് ഈ പ്രായത്തിൽ എൻ്റെ പാട്ട് കൊണ്ടുപോയിട്ട് പല കമ്പനിയിൽ കൊണ്ടുപോയിട്ട് പാടുന്ന ഒരു പാട്ടുകാരന് എത്ര വലിയ പാട്ടുകാരനാകും അവനോട് ചെറിയൊരു സ്നേഹബലം ആ ചെയ്യുന്ന കൂട്ടർക്കും നമ്മളോടും വേണം. അല്ലാണ്ട് നമുക്ക് മാത്രം അവരെ മാനിച്ചതിനെ കൊണ്ടൊന്നും കാര്യമില്ല. നമ്മോട് ഇഷ്ടമെല്ലാം പോകണം കുറച്ച്. അപ്പോൾ തരക്കേടില്ല, അയാളെ രക്ഷപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്നാലും ഈ പറയുന്ന മറ്റുള്ള കൂട്ടർക്കും തോന്നണം. ഇപ്പം പാട്ട് പാടുന്നു. ഇപ്പം പാടുന്ന ഒരാൾ തന്നെയാണ്. എൻ്റെ ഞാൻ പാടിയ പാട്ട് 10 ആൾക്കാർ അറിയണമെങ്കിൽ അത് സെയിൽ ചെയ്യണ്ടേ, അതിനൊരു സഹായം വേണ്ടേ? അതൊരു സഹായമല്ലേ? അല്ലാണ്ട് എൻ്റെ കിഫറിൽ ഞാൻ പാടിയതിനെ കൊണ്ട് എൻ്റെ പാട്ട് ആരെങ്കിലും എടുത്ത് വിൽക്കുമോ? അപ്പോൾ ഇതെല്ലാം തന്നെയാണ് എൻ്റെ കടപ്പാട്. എനിക്ക് വെച്ചാൽ എൻ്റെ കലാരംഗത്ത് തന്നെ എല്ലാ തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരോടും എനിക്ക് കടപ്പാട് തന്നെയാണ്. അതാണ് എൻ്റെ ജീവിതത്തിലെ കടപ്പാട്. എനിക്കത് ആത്മാർത്ഥമായിട്ടാണ് ഇത് പറഞ്ഞത്. എനിക്കത് ആരും സോപ്പിട്ട് അവരെ നന്നാക്കാനൊന്നല്ലേ പറഞ്ഞത്. എനിക്ക് എല്ലാവരോടും കടപ്പാടാണ്. എൻ്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാവരോടും കടപ്പാടാണ്. എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ ജീവിതകഥ ഒരു പുസ്തകരൂപത്തിൽ പുസ്തകമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. എൻ്റെ കഥ പറഞ്ഞു കൊടുത്തിട്ട് താഹാ മാടായിയാണ് ആ പാട്ട് ആ കഥ എഴുതിയിട്ട് DC ബുക്ക് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ കടന്നുപോയ ഒരു വള്ളി പുള്ളി തെറ്റാണ്ട് ഒന്നും മറച്ചു വെക്കാണ്ട് എൻ്റെ ജീവിതകഥയാണ്. ആ ജീവിതകഥയിൽ എങ്ങനെ നിങ്ങൾക്ക് ഇത് എഴുതാൻ കഴിഞ്ഞ് എന്ന് ചില ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും എല്ലാം ഒരു മനുഷ്യന് പാടില്ലാത്തതെല്ലാ വഴിക്കേ കൂടി യാത്ര ചെയ്ത ഒരാളെ ഞാൻ. അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിഞ്ഞോടുകൂടിയിട്ട് ഇതൊരു മാരകമായ തെറ്റാണ് ഞാൻ ചെയ്തത് എന്നുള്ള നല്ല ബോധം വന്നു. അതിനകത്ത് നല്ല തിരിഞ്ഞ് ഓടിക്കളഞ്ഞൊരു മനുഷ്യനെ ഞാൻ. അപ്പം അത് എൻ്റെ ജീവിതത്തിലെ എല്ലാ സംഗതികളും ആ പുസ്തകത്തിൻ്റെ പേരാണ് ജീവിതം ഗ്രാമഫോൺ. ആ പുസ്തകമാണ് ആ ഗ്രാമഫോൺ എന്ന് പറഞ്ഞ ഈ സാധനമാണ്. ഗ്രാമഫോൺ പാടുന്നു എന്ന് സിനിമ വരാൻ വേണ്ടി പോകുന്നു. അതിൻ്റെ പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞ് തിരക്കഥെല്ലാം പൂർത്തിയായി നടക്കാനുള്ള ഒരു ഇതിലാണ്. അന്നേരം എല്ലാവർക്കും അറിയാം ഞാൻ എന്താണെന്നുള്ളത്. അപ്പോൾ ഇപ്പം ഞാനതിനെപ്പറ്റി എനിക്ക് പറയാൻ കഴിയില്ല. ആ പുസ്തകത്തിൽ എല്ലാ സംഗതികളുണ്ട്. അതെല്ലാ ആൾക്കാരും, ചിലപ്പം അധികം ആൾക്കാർ അത് വായിച്ച ആൾക്കാർ എന്നോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഒരു വല്ലാത്ത പുസ്തകമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് സിനിമ ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചില ആൾക്കാർക്ക് തോന്നിയതും തിരക്കെഴുതിയതും പാട്ട് റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞു. യേശുദാസ്, ജയേന്ദ്രൻ, പിന്നെ വേണുഗോപാൽ, ചിത്ര, സുജാത, ഇങ്ങനെ ഭയങ്കര പ്രഗത്ഭരായ പാട്ടുകാരാണ് പാടിയുള്ളത്. ഔസോപ്പച്ചൻ, പിന്നെ വിദ്യാധരൻ മാഷ്, അർജുനൻ മാഷ്, ഇങ്ങനെ കണ്ട് ധാരാളം ഒരു 8ഓളം മ്യൂസിക് ഡയറക്ടർമാർ അതിനകത്ത് സംഗീതം ചെയ്തിട്ടുണ്ട്. അത്രയും നല്ല സംഭവമായിരിക്കും അത്. ഇത് എനിക്ക് പറയാനുള്ള ഞാൻ പുസ്തകത്തിൽ കൂടി പറഞ്ഞിട്ടുണ്ട്.